സച്ചഭാരതിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ ഒളിമ്പിക് താരം വിനേഷ് ഫോഗാട്ട് എന്ന ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് താരം 50 കിലോഗ്രാം കാറ്റഗറിയിൽ പുറത്തായ വിവരം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. വെറും 100 ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് അവർ ഒളിമ്പിക്സിൽ നിന്നും ഫൈനൽ റൗണ്ടിൽ പുറത്തായിരിക്കുന്നത്. എവിടെയാണ് ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന് വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കേണ്ട സമയമാണ്. ആർക്ക് തെറ്റുപറ്റിയാലും വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെയൊരു പുറത്താകൽ ഉണ്ടായത് തീർച്ചയായും ഒരു അപരാധം തന്നെയാണ്. അതൊരിക്കലും പൊറുക്കുവാൻ സാധിക്കില്ല. 140 കോടി ജനങ്ങളുടെ വിശ്വാസത്തെയാണ്, അല്ലെങ്കിൽ കാത്തിരിപ്പിനാണ് ഇങ്ങനെയൊരു വികലമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു വശം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ, മറുവശത്ത് സോഷ്യൽ മീഡിയകൾ ഇത് അർമാദിക്കുകയാണ് എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയയിലെ ഒട്ടനവധി വ്യക്തികൾ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ്. ഇത് ഒളിമ്പിക്സിലെ ഒരു പരാജയമല്ല, പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ചെയ്തിയാണ് എന്ന രീതിയിൽ അവർ പുതിയ പുതിയ കഥകൾ പടച്ചുവിടുകയാണ്. സർക്കാരിനെതിരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു എഴുത്ത് എല്ലാവരുടെയും മുമ്പിൽ പണ്ടുമുതലേ ഉള്ളതാണ്. അവർ എങ്ങനെയൊക്കെ സർക്കാരിനെതിരെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ കേന്ദ്ര സർക്കാരിനെ താറടിച്ചു കാണിക്കണം, അല്ലെങ്കിൽ BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കണം, ഇതൊക്കെ എഴുതി വച്ചിരിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇതേപോലത്തെ ഓരോ സംഭവങ്ങളും എടുത്തുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ കണ്ടുപിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനേക്കും BJPക്കുമെതിരെ ഇവർ ഒളിപ്പർ യുദ്ധം നടത്തുന്നത്. സോഷ്യൽ മീഡിയ അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ആണെന്ന് ഇക്കൂട്ടർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഒടുപ്പും തൊങ്ങലും വെച്ച് പോസ്റ്റുകൾ ഇടുന്നത്. അവരുടെ അടിസ്ഥാനമായ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ വോട്ടുകൾ കൊണ്ട് കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ, അല്ലെങ്കിൽ NDA സർക്കാരിനെ അട്ടിമറിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ, അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുകയും സർക്കാരിനെതിരായ ഓരോ പദ്ധതികൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത്. ഇതിന് ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ഇത്തരത്തിലുള്ള അടിത്തട്ടിലുള്ള വിമർശനങ്ങൾക്ക്, സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒളി വിമർശനങ്ങൾക്ക് തടയിടുക എന്നുള്ളതും അതിനെതിരെ ശക്തമായ അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളതുമുള്ളത്. മിക്ക വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളെ വഴിതെറ്റിക്കുകയും വലിയ കലാപങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇത്തരം നീക്കങ്ങൾ സർക്കാരുകളും ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും എടുത്തില്ലെങ്കിൽ ഭാവിയിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ വെല്ലുവിളികളായിരിക്കുമെന്ന് ബംഗ്ലാദേശ് നമുക്ക് ഒരു വലിയ ഉദാഹരണമായി കാണിച്ചു തരുന്നു. ബംഗ്ലാദേശിൽ നടന്നത് നമുക്ക് സുവ്യക്തമാണ്. ആ അട്ടിമറിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ നിസാര സമയം കൊണ്ട് അട്ടിമറിച്ചുകൊണ്ട് അവരെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് നിഷ്കാസിതയായിക്കൊണ്ട് അവിടെ നടത്തുന്ന വൻ കലാപങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായി നിൽക്കുകയാണ്. അതേപോലെയുള്ള ഒരു പ്രവർത്തനമാണ്, ഇല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിയാണ് ഇന്ന് ഭാരതത്തിൽ നടക്കുന്നത്. വിനേഷ് ഫോഗാട്ടിനോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് കൊണ്ടല്ല ഈ വ്യക്തിയെ വച്ചുകൊണ്ട് ഒളിമ്പിക്സിൽ ഇന്ത്യ ആ മെഡൽ നേടാൻ സാധിക്കാതെ പോയത്. ഇതിന്റെ ഇടയിൽ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും വൻ കളികൾ നടന്നിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണ ജനങ്ങളിലേക്ക് പകർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഈ പാർട്ടിയോടും ഈ സർക്കാരിനോടും വെറുപ്പുണ്ടാക്കുവാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള കുത്സിത പ്രവർത്തികൾ സർക്കാരും ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധിച്ചില്ലെങ്കിൽ, നോക്കിയില്ലെങ്കിൽ, തടയിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശിൽ വന്ന പോലെയുള്ള വലിയ വിപത്തുകളായിരിക്കും ഭാരതത്തിനെ കാത്തിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് സച്ചഭാരത്.